ഇന്ത്യൻ വിപണി ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് മഹീന്ദ്ര താർ 5 ഡോർ. ഇന്നും പലരുടെയും സ്വപ്ന വാഹനമായി നിൽക്കുകയാണ് താർ. എന്നാൽ ഒരു ഫാമിലി SUV വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ താർ നിരാശപ്പെടുത്തും. എന്തെന്നാൽ പിൻനിരയിലേക്ക് കയറാൻ പ്രത്യേകം ഡോർ വാഹനത്തിനില്ല. എന്നിട്ടും വളരെ പെട്ടെന്നാണ് SUV വിറ്റഴിക്കുന്നത്. ഇതോടെ 5 ഡോറുകളുമായി മാരുതി സുസുക്കി ജിംനി അവതരിച്ചെങ്കിലും ഇന്ത്യക്കാരുടെ മനസ്സിൽ താർ തന്നെയാണുള്ളത്. കിടിലൻ പെർഫോമൻസും റോഡ് പ്രസൻസും തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം. എന്നാൽ ഇപ്പോഴിതാ കൂടുതൽ പ്രായോഗികമാക്കി ഒന്നുകൂടി SUVയെ ജനകീയനാക്കാനുള്ള ശ്രമം നടത്തുകയാണ് താർ 5 ഡോർ മോഡൽ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാഹനത്തിന്റെ പുത്തൻ 5 ഡോർ പതിപ്പ് 2024 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ കൊച്ചിയിൽ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കമ്പനി. മഹീന്ദ്ര താറിന് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നതിനാലാണ് താറിന്റെ 5 ഡോർ മോഡലിന്റെ അവതരണം ഇവിടെ നടത്താൻ കാരണമായിരിക്കുന്നത് എന്ന് പറയാം. മഹീന്ദ്രയെ സംബന്ധിച്ച് ഇതൊരു ഭാഗ്യ ദിവസം കൂടിയാണ്. ഇതിനു മുൻപ് രണ്ടാം തലമുറ താറും XUV 700 SUVയും എല്ലാം ഇതേ തീയതിയിലാണ് അരങ്ങേറ്റം കുറിച്ചതും വിജയിച്ചതും. നിലവിൽ പുത്തൻ താറിന്റെ അവസാനവട്ട പരീക്ഷണയോട്ട ഘട്ടത്തിലായിരുന്നു കമ്പനി. അടുത്തിടെ വാഹനത്തിന്റെ ആദ്യ ചിത്രങ്ങളും മറ്റും ഓൺലൈനിലൂടെ പ്രചരിച്ചിരുന്നു. അടിസ്ഥാന രൂപം ഒന്നായിരിക്കുമെങ്കിലും ആദ്യ കാഴ്ചയിൽ വേർതിരിച്ചറിയാനായി ചില പരിഷ്കാരങ്ങളും കാണാൻ സാധിക്കും. എക്സ്റ്റൻഡഡ് വീൽ ബേസും റിയർ സീറ്റുകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അധിക ഡോറുകളുമായിരിക്കും മഹീന്ദ്ര താർ 5 ഡോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഉൾപ്പെടുന്നവ. മറ്റ് ഡിസൈൻ മാറ്റങ്ങളിൽ സി-മോട്ടീവ് LED DRLകളുള്ള LED ഹെഡ്ലൈറ്റുകളും ഒരു മെറ്റൽ ടോപ്പ് ഓപ്ഷനുമാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിലവിലെ താർ 3 ഡോർ പതിപ്പിന് കമ്പനി നൽകില്ല. കൂടാതെ പ്രീമിയം ഫീൽ ഒരുക്കുന്നതിന് വേണ്ടി താർ 5 ഡോറിന് ഡ്യുവൽ ടോൺ അലോയ് വീലുകളും മഹീന്ദ്ര സമ്മാനിക്കും. ഇത്തരം പരിഷ്കാരങ്ങൾ മാറ്റി നിർത്തിയാൽ വാഹനം 3 ഡോർ മോഡലിന് സമാനമായിരിക്കും. എക്സ്റ്റീരിയറിലേതുപോലെ തന്നെ ഇന്റീരിയറിലും മാറ്റങ്ങളുണ്ടാവും. താർ 5 ഡോർ പതിപ്പിന് ബീച്ച് അപ്ഹോൾസ്റ്ററിയും അകത്ത് ഡ്യുവൽ ഡിജിറ്റൽ ഡിസ്പ്ലേകളും ബ്രാൻഡ് ഒരുക്കുമെന്ന് മുൻപ് പുറത്തുവന്ന സ്പൈ ചിത്രങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പനോരമിക് സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജിംഗ്, 2 ഡ്യുവൽ 10.25 ഇഞ്ച് സ്ക്രീനുകൾ ലഭിക്കുമെന്നാണ് വിവരം. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗിന് പുറമെ 6 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, റിയർ ഡിസ്ക് ബ്രേക്കുകൾ, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. നിലവിലെ 3 ഡോർ മോഡലിന്റെ അതേ 2 ലിറ്റർ ടർബോ പെട്രോൾ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ മഹീന്ദ്ര പുതിയ 5 ഡോർ മോഡലും വാഗ്ദാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം അധിക പെർഫോമൻസിനായി റീട്യൂൺ ചെയ്യാനും സാധ്യതയുണ്ട്. ഗിയർ ബോക്സ് സംവിധാനങ്ങളും സമാനമായിരിക്കും. അതായത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വാഹനം എത്തുമെന്ന് ചുരുക്കം. റിയൽ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് കോൺഫിഗറേഷനുകളും ഏറ്റവും പുതിയ 5 ഡോർ പതിപ്പ് ഓഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 15-ലെ അവതരണത്തിന് ശേഷം ഉത്സവ സീസണോടെ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 15 ലക്ഷം രൂപയിൽ നിന്ന് വില ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഫോഴ്സ് ഗൂർഖ, മാരുതി സുസുക്കി ജിംനി തുടങ്ങിയ എതിരാളികളോടായിരിക്കും മത്സരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.